ഹലോ, എല്ലാവർക്കും ഈദ് മുബാറക്. ഇന്ന് ഈദ് ഡേ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ഇന്ന് നമ്മളൊരു ട്രിപ്പ് പോകാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ രാവിലെ തന്നെ മട്ടൻ ബിരിയാണി, ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം പാക്ക് ചെയ്തിട്ട് അവിടെ പോയിരുന്ന് കഴിക്കാനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ പിള്ളേരൊക്കെ ഓണായിട്ടുണ്ട്. നമ്മൾ പോകുന്നത് കൊല്ലം സാമ്പ്രാണിക്കൊടിയിലാണ് കേട്ടോ. മൺട്രോത്തുരുത്തിലും പോകണമെന്ന് വിചാരിച്ചതാണ്. അവിടെ ബോട്ടിംഗ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇറങ്ങിയപ്പോൾ ലേറ്റായി. അപ്പോൾ നമ്മൾ സാമ്പ്രാണിക്കൊടിയിൽ മാത്രം പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ 4 വണ്ടിയിലാണ്ടാണ് കേട്ടോ പോകുന്നത്. ഹോൾ ഫാമിലി ഉണ്ട്. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. സാമ്പ്രാണിക്കൊടി എന്നത് അഷ്ടമുടി കായലാണ്. എല്ലാവർക്കും അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയാണ് പറഞ്ഞത്. അപ്പോൾ കായലിൽ വളരെ ആഴം കുറവാണ്. അപ്പോൾ ആ ഒരു കായലിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തു. ഇനി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ച് കിഡ്സിനെയൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി സെറ്റായിട്ടാണ് നമ്മൾ പോകുന്നത്. നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ ഇനി നമ്മൾ 1 കിലോമീറ്റർ നമുക്ക് നടക്കാനുണ്ട്. അപ്പോൾ നടന്ന് നമ്മൾ നേരെ ഈ ഒരു ബോട്ടിംഗ് ഏരിയയിലോട്ട് പോയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്കിനി ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ടിക്കറ്റ് എടുക്കുന്നവരെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കണം. എല്ലാവരും എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. നമ്മളെല്ലാവരും ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പം നല്ല ഹാപ്പി ആയിരുന്നു. അപ്പം നമുക്ക് പോകാനുള്ള ബോട്ടാണ് ഈ വരുന്നത്. ഇതിലൊരു 7 പേർക്ക് കയറാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളൊരു 25 പേരോളം ഉണ്ടായിരുന്നേ. അപ്പം നമ്മളെല്ലാവരും കുറച്ച് പേരായിട്ട് ഓരോരോ ബോട്ടിൽ കയറിയിട്ടാണ് പോകുന്നത്. അപ്പം നമുക്ക് നേരെ ഈ ബോട്ടിൽ കയറി സാമ്പ്രാണിക്കൊടിയിൽ പോകാം. ബോട്ടിൽ നിന്ന് നേരെ വന്നിറങ്ങുന്നത് ഈ ഒരു സ്പോട്ടിലാണ്. നേരെ ഇറങ്ങുന്ന വെള്ളത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു കായൽ മൊത്തം ഇതേ ആഴമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ നടന്ന് ഒരുപാട് ദൂരം ഇങ്ങനെ നടക്കാനായിട്ട് പറ്റും. പെരുന്നാളായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നേ. ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിൽ ഇതുപോലെ ആൻറ്റിമാർ മാങ്ങ ഉപ്പിലിട്ടത്, പൈനാപ്പിൾ ഉപ്പിലിട്ടത്, അച്ചാർ അതും ഇതൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. ഗോലി സോഡ അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ 3 മണിക്കൂർ വെള്ളത്തിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷം തിരിച്ച് വന്ന് ഈ ഒരു ബെഞ്ചിൽ കുറച്ച് ബെഞ്ചസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ വന്നിരുന്നിട്ട് കുറച്ച് നേരം നമ്മളവിടെ ഇരുന്ന് പിന്നെ നമ്മൾ നേരെ പോയത് ചായ കുടിക്കാനാണ്. പായസമുള്ള ഐസ്ക്രീമൊക്കെ കുടിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും ചായയും പഴംപൊരിയൊക്കെ കഴിച്ചിട്ട് നമ്മളൊരു 8 മണിയൊക്കെ ആയപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ വ്ളോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബായ്.